ഓക്കെ, അടുത്ത സ്പെഷ്യൽ കേസ് എന്താന്ന് വെച്ചാൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ, ഇക്യു എന്ന് മാത്രമേ എഴുതുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഈസിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ബി ഐ സി അല്ലെ, ആംഗിൾ ബി ഐ സി അല്ലെങ്കിൽ ഇൻസെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻസെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്കറിയാം അതിലെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ 90 പ്ലസ് 60/2, അതായത് 90 പ്ലസ് 30 120 ഡിഗ്രി ആയിരിക്കും. സോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് ഇൻസെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതാണ് ആദ്യത്തെ കാര്യം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് ഇൻസെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി. 120 ഡിഗ്രി, 120 ഡിഗ്രി. ഓക്കെ, ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ അതിന്റെ ഇൻസെന്റർ, അതിന്റെ സർക്കം സെന്റർ, അതിന്റെ ഓർത്തോ സെന്റർ എല്ലാം ഇത് തന്നെയായിരിക്കും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ അതിന്റെ ഇൻസെന്റർ, സർക്കം സെന്ററിനെ സി വെച്ച് മാർക്ക് ചെയ്യണേ, ഓർത്തോ സെന്ററിനെ ഓ വെച്ച് മാർക്ക് ചെയ്യണേ, എല്ലാം ഒരു പോയിന്റിൽ തന്നെയായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വീണ്ടും നമ്മളത് പഠിക്കും. അതുപോലെ പറയാനുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ നോക്കണേ, അത് നമ്മൾ അടുത്തതിൽ പഠിക്കും. ഇപ്പൊ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ എല്ലാ പോയിന്റും ഒന്ന് തന്നെയാണ് അല്ലെ. ഐയും ഇൻസെന്ററും സർക്കം സെന്ററും ഓർത്തോ സെന്ററും എല്ലാം ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോ അങ്ങനെയെങ്കിൽ എ ഐ ഡിവൈഡഡ് ബൈ ഐ ഡി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിലെ ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഇൻസെന്ററിൽ നിന്ന് ഈ ബേസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ലൈൻ, അല്ലെങ്കിൽ ഇതിന്റെ ഇൻ റേഡിയസ് ആർ എന്ന് വിചാരിക്കാം. അതിന്റെ സർക്കം റേഡിയസ് ആയിരിക്കും ഈ ഐ എ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ആർ. എല്ലാ ട്രയാങ്കിളും നമ്മൾ അങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറയുന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത അത് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ സംസാരിക്കും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസും സർക്കം റേഡിയസും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. ഇൻ റേഡിയസ് ഡിവൈഡഡ് ബൈ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. 1:2 ആയിരിക്കും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഇൻ റേഡിയസും സർക്കം റേഡിയസും തമ്മിലുള്ള റേഷ്യോ 1:2 ആയിരിക്കും. 1:2 ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഡി ഐ ഡിവൈഡഡ് ബൈ എ ഐ എന്ന് പറയുന്നത് 1:2. അല്ലെങ്കിൽ തിരിച്ചു പറയാം, എ ഐ ഡിവൈഡഡ് ബൈ ഡി ഐ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1. അതിനാണ് നമ്മൾ നേരത്തെ നോർമൽ ട്രയാങ്കിൾസിൽ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്ത്? അഡ്ജസന്റ് സൈഡ്സിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നോക്കണേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3a ഡിവൈഡഡ് ബൈ 2 ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √3a/2 ആണ്. അങ്ങനെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് എ ആണ് അല്ലെ. എ ഇൻറ്റു അതിലോട്ടുള്ള ഹൈറ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് √3a/2. √3a ഡിവൈഡഡ് ബൈ 2. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? √3a²/4. √3a²/4. ഞാൻ ഇതിപ്പോ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഹൈറ്റിന്റെ ഇക്വേഷൻ പെട്ടെന്ന് എഴുതി അത് എങ്ങനെ വന്നു എന്ന് കാണിക്കാനായിട്ടാണ്. നോക്കിയാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതാണ് √3a/2. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √3a/2 ആണ്. നോക്കണേ, ഈ എ ഡി എന്ന് പറയുന്നതല്ലേ ഹൈറ്റ്.
ഈ ഹൈറ്റിനെ 3 ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ റേഡിയസും 2 യൂണിറ്റ് എന്ന് പറയുന്നത് സർക്കം റേഡിയസും ആണ്. ഓക്കെ അല്ലെ, 1:2. സോ ഇതിനെ 3 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? എ ഡിവൈഡഡ് ബൈ 2√3 എന്ന് വരും. ഇതിനെ 3 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഇതിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ √3യും 3യും കട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു √3 വരും. എ ഡിവൈഡഡ് ബൈ 2√3, എ ഡിവൈഡഡ് ബൈ 2√3 എന്ന് വരും അല്ലെ. ഹൈറ്റിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 1:2 അല്ലേ, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇൻ റേഡിയസ്. അപ്പൊ ആ 1 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ തന്നെയല്ലേ പറഞ്ഞേ. ഓക്കെ, സോ ഇൻ റേഡിയസിന്റെ വാല്യൂ എന്താണ്? എ ഡിവൈഡ് ബൈ 2√3. അപ്പോൾ സർക്കം റേഡിയസ് അത് നമ്മൾ വീണ്ടും പഠിക്കും, എന്നാലും ഇവിടെ എഴുതിക്കുക. സർക്കം റേഡിയസിന്റെ വാല്യൂ എന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × ക്യാൻസൽ ആയിപ്പോൾ എ ഡിവൈഡ് ബൈ √3 എന്നാവും. എ ഡിവൈഡ് ബൈ √3. സോ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ 3 ഫോർമുല ഇവിടെ പഠിച്ചോ. ആക്ച്വലി 3 കറക്ഷൻ ആണ്. ഹൈറ്റിന്റെ ഫോർമുല എന്താണ്? √3a/2. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അറിയാം, ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിളും അറിയാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ആ ഹൈറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ നമുക്കറിയാം, √3a²/4. അപ്പൊ ഹാഫും എ ഇൻറ്റു ഹൈറ്റ്, h അവിടെ നിർത്തിയിട്ട് ഈ ഹാഫ് എയും കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് √3a/2 എന്ന് കിട്ടിക്കോളും ഹൈറ്റ്. ഓക്കെ, ഇനി പറഞ്ഞെന്താണ്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഇൻ സെന്റർ, സർക്കം സെന്റർ, ഓർത്തോ സെന്റർ എല്ലാം ഒരേ പോയിന്റിലായിരിക്കും. അപ്പൊ നമ്മൾ അത് വെച്ച് നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഇൻ റേഡിയസ് ഡിവൈഡഡ് ബൈ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 1:2 ആണ്. അല്ലെങ്കിൽ സർക്കം റേഡിയസ് ഡിവൈഡഡ് ബൈ ഇൻ റേഡിയസ് എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് ഹൈറ്റിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് ആർക്ക്? ഇൻ റേഡിയസിനും 2 യൂണിറ്റ് സർക്കം റേഡിയസിനുമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ ഫോർമുല എത്തിയതാണ് ഇൻ റേഡിയസ് ഈക്വൽ ടു a/2√3. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സർക്കം റേഡിയസ് ഈക്വൽ ടു a/√3. അതിന്റെ റേഷ്യോ 1:2. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ ഇത് അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് SSCയുടെ എക്സാംസിന് എന്താണ് ആവശ്യം? സ്പീഡാണ് ആവശ്യം. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് സ്പെഷ്യൽ ട്രയാങ്കിളിലെ രണ്ടാമത്തെ കേസ്. താങ്ക് യു.